ഹരി ഓം. ഭാഗവതം പഞ്ചമസ്കന്ധം 20-ാമത്തെ അധ്യായത്തിലെ 40-ാമത്തെ വരികൾ തൊട്ട് പറയുന്നു. 41-ാമത്തെ തേഷാം സ്വവിഭൂതീനാം ലോകപാലാനാം ച വിവിധ വീര്യോപബൃംഹണായ ഭഗവാൻ പരമ മഹാപുരുഷോ മഹാവിഭൂതിപതിർ അന്തര്യാമി ആത്മനോ മഹാവിഭൂതിപതിർ എന്നാക്കുക. എന്നിട്ട് അന്തര്യാമി ആത്മനോ വിശുദ്ധ സത്വം ധർമ്മജ്ഞാന വൈരാഗ്യ എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് പിന്നെ ഐശ്വര്യാദി അഷ്ടമഹാസിദ്ധി ഉപലക്ഷണം വിശ്വക്സേനാദിഭി സ്വപാർഷദപ്രവരൈ പരിവാരിതോ നിജവരായുധ ഉപശോഭിതൈർ നിജഭുജദണ്ഡൈ സന്ധാരയമാണസ്തസ്മിൻ ഗിരിവരെ സമന്താത് സകല ലോക സ്വസ്ഥയ ആസ്തേ. തേഷാം അവയ്ക്കും തേഷാം സ്വവിഭൂതീനാം ലോകപാലാനാം ച വിവിധ വീര്യോപബൃംഹണായ എന്നാണ്. വീര്യോപബർഹണായ ഒന്നിച്ച് പറഞ്ഞാൽ മതി. വിവിധ വീര്യോപബൃംഹണായ അവിടെ നിർത്തുക. ഭഗവാൻ പരമമഹാപുരുഷോ മഹാവിഭൂതിപതിർ അന്തര്യാമി ആത്മനോ അവിടെ ഒന്നും പിന്നെ ഇല്ല. ആത്മനോ എന്ന് എഴുതിയാൽ മതി. അന്തര്യാമി എന്നാക്കണം. എന്നിട്ട് മിയ വെട്ടിയിട്ട് ആത്മനോ വിശുദ്ധ സത്വം. അടുത്തതാണ് വലിയൊരു വാക്ക്. അതും പിരിച്ച് നമുക്ക് പറയാം. ധർമ്മജ്ഞാന വൈരാഗ്യ എഴുതിയല്ലോ. പിന്നെ ഐശ്വര്യാദി അഷ്ടമഹാസിദ്ധി ഉപലക്ഷണം വിശ്വക്സേനാദിഭി സ്വപാർഷദപ്രവരൈ പരിവാരിതോ നിജവരായുധ ഉപശോഭിതൈർ നിജഭുജദണ്ഡൈ സന്ധാരയമാണസ്തസ്മിൻ ഗിരിവരെ സമന്താത് സകല ലോകസ്വസ്ഥയ ആസ്തേ. 42 ആകൽപ്പമേവം വേഷം ഗത ഏഷ ഭഗവാൻ എന്നാക്കുക. എന്നിട്ട് ആത്മയോഗമായയാ വിരചിത വിവിധ ലോകയാത്ര നീട്ടുണ്ട്. ഗോപീധായ നീട്ട് തന്നെയുണ്ട്. വിവിധ ലോകയാത്ര ഗോപീധായ ഇത്യർത്ഥ. ഇത്രേ ഉള്ളത്, വേറെ ഒന്നും അതിന് പറയാനില്ല. കൽപ്പകാലം വരെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ സർവേശ്വരൻ ഏവം വേഷം ഗത ഇപ്രകാരം ഒരു രൂപത്തെ ധരിച്ചിരിക്കുന്നവനായിട്ട് ആ കൽപ്പാന്തകാലം വരെ ആസ്തയിരിക്കുന്നു.
ആകൽപ്പമേവം വേഷം ഗത യേശ ഭഗവാൻ ആത്മയോഗമായയ വിരചിത വിവിധ ലോകയാത്രാ ഗോപീധായ ഇത്യർത്ഥഃ. പിന്നെ യോന്തർവിസ്താര ഏതേന ഹി അലോകപരിമാണം ച ലോകപരിചരണം ഹി അലോകപരിമാണം ച, അതാ ഈ ഹ്യാന്ന് വരുന്നത് ഹി ആയാണ്. യോന്തർവിസ്താര ഏതേന ഹി അലോകപരിമാണം ച വ്യാഖ്യാതം യത് ബഹിർലോകാലോകാചലാത് അചലാത് തത പരസ്താദ യോഗേശ്വരഗതിം വിശുദ്ധമുദാഹരന്തി. അതൊന്നിച്ച് പറയുമ്പോൾ അങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ നമുക്കൊന്ന് പിരിച്ചു നോക്കാം. യോന്തർവിസ്താര ഏതേന ഹി അലോകപരിമാണം ച വ്യാഖ്യാതം യത് ബഹിർ ലോകാലോകാചലാത്. ലോകാലോക അചലാതാണ്. അചലം പർവ്വതം. ലോകാലോകാചലാത് ബഹി ലോകാലോകാചലാത്. അതിൻ്റെ കൂടിയാണ് ബഹിർലോകാ എന്നാക്കുന്നത്, ബഹി എന്നാക്കുന്നത്. അവസാനം പറയും ബഹിയത് എന്ന് വരും. അതൊന്നും പറയണ്ട, ഇങ്ങനെ വായിച്ചാൽ മതി. യത് ബഹിർ ലോകാലോകാചലാത് തത പരസ്താത് യോഗേശ്വരഗതിം വിശുദ്ധാം ഉദാഹരന്തി. 44. അണ്ഡമധ്യഗത സൂര്യോ ദ്യാവാ ഭൂമ്യോർ യദന്തരം സൂര്യാണ്ഡഗോളയോർമധ്യേ കോട്യസ്യു പഞ്ചവിംശതി. ദ്യാവാ ഭൂമ്യോ ദ്യാവാ ഭൂമ്യോ അണ്ഡമധ്യഗത സൂര്യോ ദ്യാവാ ഭൂമ്യോർ യദന്തരം സൂര്യാണ്ഡഗോളയോർമധ്യേ കോടിസ്യു പഞ്ചവിംശതി. ഒന്ന് നോക്കി വെക്കട്ടെ. 20ാമത്തെ എത്രാമത്തെ നമ്മൾ 44ാമത്തേതല്ലേ. അണ്ഡമധ്യ ഗതോ സൂര്യോ ദ്യാവാ ഭൂമ്യോർ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മധ്യതയുള്ള ആ ബ്രഹ്മാണ്ട മധ്യം പ്രാപിച്ചവനാണ് സൂര്യൻ. അത് നമുക്കറിയാം. സൂര്യനും ഭൂമിക്കും സൂര്യനും സ്വർഗത്തിനും തമ്മിലുള്ള അകലം 5 കോടി യോജനയാണെന്നാണ്. പഞ്ചവിംശതി എന്ന ഗോളയോർ മധ്യേ കോട്യസ്യു പഞ്ചവിംശതി. അണ്ഡമധ്യഗത സൂര്യോ ദ്യാവാ ഭൂമ്യോർ യദന്തരം സൂര്യാണ്ഡഗോളയോർ മധ്യേ കോട്യസ്യു പഞ്ചവിംശതി. മൃതേണ്ട യേശ ഏതസ്മിൻ യദഭൂത് തതോ മാർത്തണ്ഡ ഇതി മൃതേണ്ട യേശ ഏതസ്മിൻ യദഭൂത് തതോ മാർത്തണ്ഡ ഇതി വ്യപദേശഃ ഹിരണ്യഗർഭ ഇതി യത് ഹിരണ്യാണ്ഡ സമുദ്ഭവഃ. യത് ഹിരണ്യാണ്ഡ എന്നാക്കണം. അത് യത് ഹിരണ്യാണ്ഡയാണ് യത് ഹിരണ്യാണ്ഡയായത്. സംസ്കൃതത്തിലെ ഒരു സന്ധിയാണ്. അത്രയേ ഉള്ളൂ. അതും നമുക്ക് ഒന്നും അതിനകത്ത് തിരുത്തുകയോ കോമയിടുകയോ ഒന്നും ചെയ്യേണ്ട ഇല്ല. സൂര്യേണ ഹി വിഭജ്യന്തെ ദിശഘം ദ്യൗർമഹീഭിധ സ്വർഗാപവർഗൗ നരക രസൗ കാംസി ച സർവശഃ. സൂര്യേണ ഹി വിഭജ്യന്തെ ദിശഘം ദ്യൗർമഹീഭിധ സ്വർഗാപവർഗൗ നരക രസൗ കാംസി ച സർവശഃ. 47. ദേവതിര്യങ് മനുഷ്യാണാം സരീസൃപസ വീരുധ സർവജീവനികായാനാം സൂര്യ ആത്മാ ദൃഗ് ഈശ്വര. ദൃഗ് ഈശ്വരയാണ് ദൃഗ് ഈശ്വരയായത്.
അത് ദൃഗീശ്വര എന്ന് വായിച്ചാൽ തെറ്റൊന്നുമില്ല. അതിനകത്ത് ഒന്നുകൂടെ പിരിച്ച് വായിക്കേണ്ടവർക്ക് ദേവതിര്യങ് മനുഷ്യാണാം സരീസൃപസവീരുധാം സർവജീവനികായാനാം സൂര്യ ആത്മാതൃക് ഈശ്വര എന്ന് വായിക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഭൂമിസ്ഥാനനിരൂപണപ്രകരണേ പ്ലക്ഷാദിദ്വീപ പ്രമാണാദിനിരൂപണം നാമ 20ാധ്യായഃ. ഹരി ഓം.